നമസ്കാരം. കോൺഗ്രസിൻ്റെ പരമോന്നതനായൊരു നേതാവ് തെന്നല ബാലകൃഷ്ണൻ അന്തരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ ടി വി മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. കോൺഗ്രസ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കോൺഗ്രസിൻ്റെ ഒരു നിധി തന്നെയാണ് തെന്നല ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ KPCC ആയാലും എല്ലാ സംഘടനകളിലെയും മുതിർന്ന ഒരു നേതാവായിട്ടും സ്ഥാനം വഹിച്ച DCC പ്രസിഡന്റ് മുതൽ എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് വഹിച്ച നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കോൺഗ്രസ്സുകാരെ പോലെ അധികാരമോഹമോ പിടിവലിയ അധികാരമോഹിയൊന്നും അല്ലാത്ത ഒരു സാധാരണ വ്യക്തിത്വം. അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് വലിയൊരു പാഠപുസ്തകമായിരുന്നു. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ ഗ്രൂപ്പുകൾ തമ്മിൽ കോൺഗ്രസ്സിൽ തമ്മിൽ തല്ലുമ്പോൾ തെന്നല ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷമോ ഗ്രൂപ്പോ ഒന്നുമില്ലാതെ സ്വച്ഛമായി സ്വന്തം കയ്യിലെ പണമെടുത്ത് സ്വന്തം പുരയിടം വരെ വ്യക്തി കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച അപൂർവമായൊരു നേതാവായി തെന്നല ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം കഴിയാണ്. വേണ്ട വിധത്തിലുള്ള ഒരു അംഗീകാരമോ ഒരു പദവികളോ അദ്ദേഹത്തിന് ലഭിക്കുവാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പുകളും ആളുകളും വ്യക്തിപ്രഭാവങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ പാർട്ടികളിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. വ്യക്തിപ്രഭാവം, അധികാരത്തിന് വേണ്ടിയുള്ള എന്തിനാ ചട്ടത്തിലോ കാണിക്കാവുന്ന പരിപാടികൾക്കിടയിൽ അദ്ദേഹം വിസ്മരിക്കപ്പെടാതെ പോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഭാഷാഞ്ജലി.